ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവും ദൈവവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ വചനത്തെ ശ്രവിക്കുന്ന ഇവരെയും അറിയിക്കുകയാണ്. യേശുക്രിസ്തു പാതാളത്തിലേക്ക് പോയത് എന്തിനാണ്? ഇതാണ് ഇന്നത്തെ വിഷയം. ഈ വിഷയത്തിലൂടെ കടക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം കേൾവിക്കാരുടെ മുമ്പിൽ വെക്കുകയാണ്. ഈ ചോദ്യം അനേക തർക്കമുള്ളൊരു വിഷയം കൂടിയാണ് ഈ ഒരു വിഷയം എന്ന് പറയുന്നത്. മത്തായി സുവിശേഷം 27-ാം അധ്യായം 52-53 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കർത്താവായ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ കിടന്ന് പ്രാണനെ വിടുമ്പോൾ നടക്കുന്ന ഒരു പ്രത്യേക സംഭവം ഇവിടെ എഴുതിയിട്ടുണ്ട്. മറ്റ് സുവിശേഷങ്ങളിൽ ഉള്ളതിനേക്കാളും വ്യക്തമായിട്ട് ഈ ഒരു ഭാഗം എടുത്തു പറയുന്നുണ്ട്. മത്തായി സുവിശേഷത്തിൽ മത്തായി എടുത്തു പറയുന്നുണ്ട്. അവിടെ പറയുന്ന ഭാഗം ഇതാണ്. 52-ാം വാക്യത്തിൽ, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു, നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റ് അവൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം കല്ലറകളെ വിട്ടു, വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി. അപ്പോൾ ഇവിടെ യേശുക്രിസ്തു പ്രാണനെ വിടുന്ന സമയം കല്ലറകൾ തുറന്നു. കല്ലറകൾ തുറന്നിട്ട് എന്ത് സംഭവിച്ചേ? നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാർ അവർ ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം കല്ലറകളെ വിട്ടു. അതായത് കല്ലറകളെ ഉപേക്ഷിച്ച് അവർ കല്ലറയിൽ നിന്ന് പുറത്തു വന്നു. അടുത്ത എഴുതിയിരിക്കുവാണ്, എന്നിട്ട് അവർ അവിടെ നിൽക്കുകയല്ലായിരുന്നു, വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി. അപ്പോൾ ഈ ഒരു സംഭവം എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചിരിക്കുന്നത്? ഇതിലെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വാക്യമാണ്. എന്താണ്? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ഇതേ കാര്യം നമുക്ക് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ അവിടെ പറയുന്നത്, എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. ശ്രദ്ധിച്ച് ആ വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം. യേശുക്രിസ്തുവാണ് നിദ്ര കൊണ്ടവരിൽ നിന്ന് ആദ്യ ഫലം. അതായത് മരിച്ചവരിൽ നിന്ന് ആദ്യമായിട്ട് എഴുന്നേറ്റത് ആരാ? യേശുക്രിസ്തുവാണ്. മരിച്ചവരിൽ നിന്ന് ആദ്യമായിട്ട് ഉയർത്തെഴുന്നേറ്റത് യേശുക്രിസ്തുവാണ്. അടുത്ത ഇങ്ങനെ പറയുവാണ്, ആദാമിലെ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിലെല്ലാം ജീവിക്കപ്പെടും, ഓരോരുത്തരും താൻ താൻ്റെ നിലയിലത്രേ. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിന് ഉള്ളവർ അവൻ്റെ വരവെങ്കിൽ. അതായത് ആദ്യം ഫലം മരിച്ചവരിൽ നിന്ന് ആദ്യം എഴുന്നേറ്റത് ക്രിസ്തു തന്നെയാണ്. പിന്നെ ഉയർത്തെഴുന്നേൽപ്പ് എപ്പോഴാണ്? ക്രിസ്തുവിൻ്റെ വരവെങ്കിലാണ്. പക്ഷേ ഇവിടെ നമ്മളൊരു ഉയർത്തെഴുന്നേൽപ്പ് കാണുകയാണ്. ഒരു പുനരുത്ഥാനത്തിന് ശേഷം കല്ലറകളെ വിടുന്ന ഒരു അനുഭവം കാണുകയാണ്. അപ്പോൾ ഇവിടെ അപ്പോസ്തലൻ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിലും കൊരിന്ത്യ ലേഖനത്തിലും ഒക്കെ പറഞ്ഞത് യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൽ ആണ് ഉയർത്തെഴുന്നേൽപ്പ്. പക്ഷേ കർത്താവ് പ്രാണനെ വിട്ട് വീണ്ടും പുനരുത്ഥാനം ചെയ്യുന്ന ആ സമയത്തിന് ശേഷം മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റുന്ന പദം ഉപയോഗിക്കുന്നതിനേക്കാളും അവർ കല്ലറകളെ വിട്ടു വിശുദ്ധ നഗരത്തിൽ ചെന്നു പലർക്ക് പ്രത്യക്ഷമായി. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥയാണ് കൂടെ കാണാൻ സാധിക്കുന്നത്. ഇതെങ്ങനെയാണ് ചേർന്ന് വരുന്നത് എന്നറിയണമെങ്കിൽ എന്തിനാണ് യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം എന്ത് സംഭവിച്ചു എന്നറിയണം. കർത്താവായ യേശുക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചു. പത്രോസ് വ്യക്തമായി പറയുന്നുണ്ട്, ജഡത്തിൽ താൻ എന്ത് ചെയ്തു? മരണം അനുഭവിച്ചു. എന്ന് വെച്ചാൽ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചപ്പോൾ തൻ്റെ മനുഷ്യ ശരീരം മരിച്ചു. പക്ഷേ എന്ന് വെച്ച് യേശുക്രിസ്തു ഇല്ലാതായില്ല. തൻ്റെ ആത്മാവ് പറുദീസയിലേക്ക് ഇറങ്ങിച്ചെന്നു. അതുകൊണ്ടാണ് ക്രൂശിൽ കിടന്ന കള്ളനോട് പറഞ്ഞത്, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും. 3-ാമത്തെ ദിവസമല്ല, ഉയർത്തെഴുന്നേറ്റതിന് ശേഷമല്ല, ഇന്ന് എന്നോട് കൂടെ പറുദീസയിലിരിക്കും. അതിനർത്ഥം കർത്താവായ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ തൻ്റെ ശരീരം മരിച്ചപ്പോൾ താൻ ഇല്ലാതായില്ല. തൻ്റെ ആത്മാവ് പറുദീസയിലേക്ക് ഇറങ്ങിച്ചെന്നു. ഇതേ കാര്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട്. വ്യക്തമായി മനസ്സിലാക്കണം. നമുക്കൊരു പുറമേ ഒരു രൂപമുണ്ട്. ഈ രൂപമല്ല നമ്മുടെ അകമേ ഒരു മനുഷ്യനുണ്ട്. നമ്മളുടെ പുറമേയുള്ള ഈ കാണുന്ന രൂപം മരിച്ചു പോകുമ്പോൾ മണ്ണോട് ചേരും.
പക്ഷേ എന്ന് വെച്ചാൽ നമ്മൾ ഇല്ലാതാവുന്നില്ല, നമ്മളെന്ന വ്യക്തി ഇല്ലാതാവുന്നില്ല. നമ്മൾ ഒന്നുകിൽ പർദീസയിലേക്കോ, മൂന്നാം സ്വർഗമായ പർദീസയിലേക്കോ, അല്ലെങ്കിൽ യാതനാ സ്ഥലമായ പാതാളത്തിൻ്റെ യാതനാ സ്ഥലത്തേക്കോ ഇറങ്ങിച്ചെല്ലും. നമ്മളെന്ന വ്യക്തി ഇറങ്ങിച്ചെല്ലും. എന്നാൽ നമ്മുടെ ശരീരം ഇവിടെ മണ്ണോട് ചേരും. ഇതുപോലെ തന്നെ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ തൻ്റെ ശരീരത്തിൽ താൻ മരണം അനുഭവിച്ചു. മരണം അനുഭവിച്ചതിന് ശേഷം തൻ്റെ താനെന്ന വ്യക്തി പർദീസിലേക്ക് ഇറങ്ങിച്ചെന്നു. ഇനി എവിടെയാണ് ഈ പർദീസ? ഇത് നമുക്ക് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ആ ഒരു ഭാഗം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. സാധാരണ രീതിയിൽ ഞാൻ വീഡിയോടൊപ്പം വാക്യങ്ങൾ പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്കതിനുള്ള സാഹചര്യമില്ല. മറ്റൊരു സ്ഥലത്ത് ഞാനായിരിക്കും, സൗദി പ്രദേശത്തായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കമ്പ്യൂട്ടറോ മറ്റു കാര്യങ്ങളോ ഇല്ല, ഫോൺ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എഡിറ്റിംഗ് ഒന്നും സാധ്യമല്ല. അതുകൊണ്ട് നേരെ റെക്കോർഡ് ചെയ്ത് അതുപോലെ തന്നെ പോസ്റ്റ് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. ഒരുപക്ഷേ സൗണ്ടൊക്കെ അല്പം കുറവായിരിക്കും, എങ്കിലും പരിമിതമായ സാഹചര്യത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എഫേസ്യർക്ക് ലേഖനം 4-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതി 8-9-10. അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചു കൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെ നിറയ്ക്കേണ്ടതിന് സ്വർഗാതി സ്വർഗത്തിനു മീതെ കയറിയവനും ആകുന്നു. ഈ ഭാഗം വളരെ മർമ്മപ്രധാനമായ ഒരു കാര്യമാണ് പറയുന്നത്. പൗലോസ് പറയുകയാണ്, യേശുക്രിസ്തു എന്ത് ചെയ്തു? ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി. എന്താണ് ഭൂമിയുടെ അധോഭാഗം എന്ന് വെച്ചാൽ? പാതാളത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് പഴയ നിയമ ഭക്തന്മാരുടെ വാക്കുകൾ നമ്മൾ ചേർത്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. യാക്കോബ് പറഞ്ഞ കാര്യമുണ്ട്, നിങ്ങൾ എൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലിറക്കും. ദാവീദ് പറയുന്ന കാര്യമുണ്ട്, ഞാൻ പാതാള വാതിലകം പോകേണ്ടി വന്നു. ശമൂവേലിൻ്റെ മാതാവായ ഹന്ന പറഞ്ഞൊരു കാര്യമുണ്ട്, നീ പാതാളത്തിൽ ഇറക്കുകയും ചെയ്യുന്നു, ഉദ്ധരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ പഴയ ഭക്തന്മാരുടെ കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ യോബിൻ്റെ പുസ്തകത്തിലൊക്കെ ഇഷ്ടംപോലെ കാണാൻ പറ്റും ഇതുപോലെ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഭക്തന്മാരുടെ കാര്യം നമ്മൾ എടുത്തു നോക്കിയാൽ ഈ മരണസംബന്ധമായ കാര്യം പറയുമ്പോൾ അവരെല്ലാവരും പാതാളത്തിലേക്ക് ഇറങ്ങുന്ന കാര്യമാണ് പറയുന്നത്. ശരിക്കും അവർക്ക് പ്രത്യാശയില്ലാഞ്ഞിട്ടല്ല. അത് നമ്മൾ ഒരു തിയോളജിക്കൽ സബ്ജക്റ്റും കൂടിയാണ്. ഞാൻ ഈ ചാനലിൽ തന്നെ അത് വളരെ ഡീപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് തൊട്ട് പോകാൻ ചിന്തിക്കുക. കാര്യം ഡീറ്റെയിലായിട്ട് പറയാനുള്ള സാഹചര്യം ഇപ്പോൾ ഇല്ല. എൻ്റെ വിഷയം മറ്റൊന്നാണ്. കർത്താവ് പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെന്നത് എന്തിനാണെന്ന് അറിയണമെങ്കിൽ പാതാളം എന്ന സബ്ജക്റ്റ് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. ചുരുക്കി എന്ന് പറയാം, പാതാളത്തിന് പല തട്ടുകളുണ്ട്. നമ്മളത് യെഹെസ്കേൽ പ്രവചനം 14-ാം അധ്യായമാണ് എൻ്റെ ഓർമ്മ. ആ ഭാഗമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ചില രാജാക്കന്മാരെ കുറിച്ചുള്ള പ്രവചനം പറയുമ്പോൾ ഈ പാതാളത്തിൻ്റെ ഏറ്റവും അടിയിലേക്ക് അല്ലെങ്കിൽ താഴെ തട്ടിലേക്ക് എന്നൊക്കെ നമുക്ക് പലവിധ വേർഷൻസിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ വാക്യങ്ങളൊക്കെ കാണിക്കുന്നത് പാതാളത്തിന് വിവിധ തട്ടുകളുണ്ട്. നമ്മൾ ലാസറിൻ്റെ ഉപമയിൽ എന്താ നമ്മൾ കാണുന്നത്? ലാസർ അബ്രഹാമിൻ്റെ മടിയിലിരിക്കുകയാണ്. പക്ഷെ ലാസറിന് ആരെ കാണാൻ പറ്റുന്നുണ്ട്? യാതനാസ്ഥലത്ത് കിടക്കുന്ന ധനവാനെ കാണാൻ പറ്റുന്നുണ്ട്. ധനവാന് ലാസറിനെയും കാണാൻ പറ്റുന്നുണ്ട്. ഈ ധനവാൻ കുറച്ച് വെള്ളം ചോദിക്കുമ്പോൾ അബ്രഹാം കൊടുക്കുന്ന മറുപടി, ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയ്ക്കൊരു ഗ്യാപ്പുണ്ട്. ഞങ്ങൾക്ക് അങ്ങോട്ടും വരാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് ഇങ്ങോട്ടും വരാൻ പറ്റത്തില്ല. പക്ഷേ ഇവരെല്ലാം ഒറ്റ സ്ഥലത്താണ്. ധനവാൻ മുകളിലേക്ക് നോക്കുന്നു, ലാസർ താഴേക്ക് നോക്കുന്നു. അപ്പോൾ ഇത് 2 തട്ടാണ് കാണിക്കുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് താല്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ്. ഞാനിപ്പോൾ ആ ഒരു വിഷയത്തിലൂടെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നില്ല. ഞാൻ പറഞ്ഞ കാര്യം, പാതാളത്തിൻ്റെ ഒരു ഭാഗമാണ് പർദീസ. പഴയ നിയമകാലത്ത് പാതാളത്തിൻ്റെ ഒരു ഭാഗമാണ് പർദീസ, മുകളിലത്തെ തട്ടെന്ന് പറയാം. അവിടെ വിശുദ്ധന്മാർ വിശ്രമിക്കുന്നു. അതിന് താഴത്തെ തട്ട് യാതനാസ്ഥലം, അവിടെ ദുഷ്ടന്മാർ യാതന അനുഭവിക്കുന്നു. യേശുക്രിസ്തു നേരെ ഇറങ്ങിച്ചെന്നത് പാതാളത്തിലേക്കാണ്. എങ്ങോട്ടേക്കാണ്? ഈ പർദീസ ഭാഗത്തേക്ക് ഇറങ്ങിച്ചെന്നു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. അതിൻ്റെ മറ്റൊരു തെളിവും കൂടെ പറയാം. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ആദ്യം പ്രത്യക്ഷമാവുന്നത് മഗ്ദലക്കാരത്തെ മറിയിക്കാം. മഗ്ദലക്കാരത്തെ മറിയോട് പറയുകയാണ്, നീ എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല. ആ വാക്കിൻ്റെ അർത്ഥം എന്താ? ഈ 3 ദിവസം താൻ എവിടെയായിരുന്നു? താൻ പാതാള ഭാഗം പർദീസയിലായിരുന്നു.
ചിലർ ചിന്തിച്ച് വെച്ചിരിക്കുന്നത് യേശുക്രിസ്തു ആത്മാവ് പിതാവിനെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് കർത്താവ് നേരെ സ്വർഗത്തിലേക്ക് പോയതാണ്. അങ്ങനെയല്ല, താൻ പോയത് പർദീസയിലേക്കാണ്. അതുകൊണ്ട് കള്ളനോട് പറഞ്ഞത്, ഇന്ന് നീ എന്നോട് പർദീസയിലിരിക്കും. ഈ പർദീസ സ്വർഗത്തിലല്ല. ആയിരുന്നുവെങ്കിൽ മറിയോട് അങ്ങനെ പറയാൻ പാടില്ല, ഞാൻ ഇതുവരെ പിതാവിൻ്റെ ഇടയ്ക്കിൽ കയറിപ്പോയില്ല. വാക്ക് ശ്രദ്ധിക്കണം, കയറിപ്പോയില്ല. കയറിപ്പോകുന്നത് അവിടെ ഉയരത്തിലോട്ടാണ്, താഴോട്ട് ഇറങ്ങിപ്പോവുക ചെയ്യുന്നത്. അതാണ് അധോഭാഗങ്ങളൊക്കെ ഇറങ്ങി എന്ന് എഴുതിയിരിക്കുന്നത്. കയറി ഇറങ്ങി, അപ്പോൾ കയറിപ്പോയില്ല. അപ്പോൾ ഈ 3 ദിവസം കർത്താവ് എവിടെയായിരുന്നു? കർത്താവ് ഈ പാതാള ഭാഗമായ പർദീസയിലായിരുന്നു. അവിടെ കർത്താവ് എന്താണ് ചെയ്തത്? ഇതാണ് എൻ്റെ പ്രധാനപ്പെട്ട വിഷയം. എന്താണ് ചെയ്തത്? പാതാളത്തിന് പർദീസ എന്നൊരു ഭാഗമുണ്ട് എന്നൊരു കാര്യം മറ്റൊരു മെയിൻ സബ്ജക്റ്റാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് പറയാനുള്ള വാക്യങ്ങളെല്ലാം എടുക്കാനുള്ള ഒരു സമയമില്ല. എനിക്ക് ഈ വീഡിയോ പെട്ടെന്ന് വൈൻഡ് അപ്പ് ചെയ്യണം, മറ്റൊരു പ്രോഗ്രാമിലോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം, യേശു ക്രിസ്തു പാതാള ഭാഗമായ പർദീസിലേക്ക് ഇറങ്ങിച്ചതിന് ശേഷം അവിടെ സംഭവിച്ച കാര്യം, ഒന്ന്, താൻ സാത്താനെ തോൽപ്പിച്ചു. എങ്ങനെ തോൽപ്പിച്ചു? ഇത് നമ്മൾ അറിയണമെങ്കിൽ വെളിപ്പാട് പുസ്തകം വായിക്കണം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞൊരു കാര്യം, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. പിന്നെ പറയാം, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഇതെപ്പോഴാണ് യേശുവിൻ്റെ കൈവശം വന്നേ? എബ്രായർക്ക് ലേഖനത്തോട്ട് വരുമ്പോൾ അവിടെ പറയുകയാണ്, മരണത്തിൻ്റെ അധികാരിയായിരുന്ന പിശാചിനെ അല്ലെങ്കിൽ മരണത്തിൻ്റെ അധികാരി ആയ പിശാചിനെ എന്ത് ചെയ്തു? തൻ്റെ മരണത്താൽ നീക്കിക്കളഞ്ഞു. അപ്പോൾ അതുവരെ മരണത്തിൻ്റെ അധികാരി ആരായിരുന്നു? പിശാചായിരുന്നു. ആ അധികാരിയെ തൻ്റെ മരണത്താൽ നീക്കിക്കളഞ്ഞു. അപ്പോൾ ഈ മരണത്തിൻ്റെ അധികാരം എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളെ കൊല്ലാനുള്ള അധികാരമുണ്ടെന്നാണ്, ഒരാളുടെ ജീവനെടുക്കാനുള്ള അധികാരമുണ്ടെന്നാണ്? അങ്ങനെയല്ല. അതുവരെ പാതാള ഭാഗമായ പർദീസയിൽ ഉള്ള അധികാരം സാത്താനായിരുന്നു. അതുകൊണ്ടാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ കുറച്ച് മുമ്പ് വായിച്ചത്, അവൻ ബദ്ധന്മാരെ പിടിച്ചു. ബദ്ധന്മാരെന്ന് വെച്ചാൽ പ്രിസണേഴ്സ്, തടവിൽ കിടക്കുന്നവർ, പിടിച്ചുകൊണ്ട് ഉയരത്തിൽ പോയി. ഉയരത്തിൽ അവരെ കൊണ്ടുപോകണമെങ്കിൽ ഉയരത്തിൽ കയറാൻ തക്കവണ്ണം യോഗ്യതയുള്ളവരായിരിക്കണം, എന്ന് വെച്ചാൽ വിശുദ്ധന്മാരായിരിക്കണം എന്നർത്ഥം. അപ്പോൾ ഈ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ പോയി മീൻസ് അവരാരാണ്? വിശുദ്ധന്മാരാണ്. അവരെവിടെയായിരുന്നു? പ്രിസണേഴ്സായിരുന്നു, അവർ ബദ്ധന്മാരായിരുന്നു. ഇനി അടുത്ത് പറയുവാണ്, കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ല. അപ്പോൾ ഇവരെ എവിടെ നിന്നാണ് കൊണ്ടുപോയേ? ഭൂമിയുടെ അധോഭാഗത്ത് നിന്ന്. ഭൂമിയുടെ അധോഭാഗത്തു നിന്നാണ് ഇവരെ കൊണ്ടുപോയത്. അങ്ങനെയാണെങ്കിൽ ഭൂമിയുടെ അധോഭാഗം എന്ന് പറയുന്നത് ഏതായിരുന്നു? നേരത്തെ പറഞ്ഞു, പാതാളം. അപ്പോൾ പാതാള ഭാഗമായ പർദീസയിൽ നിന്ന് യേശു ക്രിസ്തു സാത്താൻ്റെ തടവിലായിരുന്ന വിശുദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയർത്തിപ്പോയി. അപ്പോൾ കർത്താവ് എന്തിനാണ് പാതാള ഭാഗം പർദീസയിലേക്ക് ഇറങ്ങിയത് എന്ന് ചോദിച്ചാൽ, സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് അവരെ വിടുവിക്കാൻ, മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കിക്കളയാൻ. മരണത്തിന് പാതാളത്തിന് താക്കോൽ എൻ്റെ കൈവശമുണ്ട്. താക്കോൽ എൻ്റെ കൈവശമുണ്ടെന്ന് വെച്ചാൽ അധികാരിയാണ് ഞാനെന്ന്, അധികാരം എനിക്കാണെന്ന് സ്ഥാപിക്കാൻ, ആ അധികാരം സ്ഥാപിക്കാൻ. ഇങ്ങനെ ചില കാര്യങ്ങൾക്കാണ് കർത്താവ് പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയത്. പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെന്നതിന് ശേഷം താൻ സാത്താനെ തോൽപ്പിച്ചു, അവൻ്റെ അധികാരത്തിന് അവനെ നീക്കിക്കളഞ്ഞു. അവിടെയുള്ള വിശുദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിലൂടെ പോയി. ഇനിയാണ് നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരുന്നത്. പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് പോയപ്പോൾ അവിടെ മറിയ കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. കല്ലറയുടെ വാതിക്കൽ മറിയ കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. എന്താ മറിയയുടെ വിഷയം? യേശുക്രിസ്തുവിനെ ആരോ എടുത്തുകൊണ്ട് പോയി. യേശുക്രിസ്തു മറിയയുടെ പുറകിൽ വന്ന് നിന്നുകൊണ്ട് മറിയോട് ചോദിക്കും, നീ എന്തിനാ കരയുന്നേ? മറിയ പറഞ്ഞതിന് മറുപടി, മറിയ തോട്ടക്കാരനാണ് സംസാരിക്കുന്നത് വിചാരിച്ചിട്ട് പറയുവാണ്, നീ അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ വെച്ച സ്ഥലം കാണുന്നത് ഞാൻ കൊണ്ടുപോയിക്കോളാം. ഞാനിത് പലവട്ടം പറഞ്ഞിട്ടൊരു കാര്യമാണ്, എങ്കിലും ഒന്നും കൂടി ആവർത്തിക്കാം. മറിയയുടെ ആ മനോഭാവം, മഗ്ദലക്കാരത്തെ മറിയയാണ്, യേശുവിൻ്റെ അമ്മ മറിയയല്ല, യേശുവിൻ്റെ യാക്കോബിൻ്റെയും യോഹന്നാൻ്റെ അമ്മ മറിയയുമല്ല. ഇത് മഗ്ദലക്കാരത്തെ മറിയ. യേശു 7 ഭൂതങ്ങളെ പുറത്താക്കിയ മഗ്ദലക്കാരത്തെ മറിയ, യേശുവിൻ്റെ കുടുംബ ബന്ധുവൊന്നുമല്ല. ഈ മറിയയുടെ പ്രത്യേകത ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. അർദ്ധരാത്രിയിൽ റോമൻ പട്ടാളക്കാർ കാവൽ നിൽക്കുന്ന ആ ഒരു ഗുഹയിലോട്ട്, ശവക്കല്ലറയിലോട്ട്, ഗുഹയിലോട്ട് ഇറങ്ങി ചെല്ലുക, തോട്ടത്തിൽ ഒറ്റയ്ക്ക്.
മറിയയുടെ കൂടെ മറ്റ് സ്ത്രീകളുണ്ട്. അവർ തിരിച്ചു പോയി. മറിയ മാത്രം അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. കാരണം യേശുവിൻ്റെ ശരീരം കാണാനില്ല, യേശുവിനെ കാണാനില്ല. യേശു ഉയർത്തെഴുന്നേറ്റൊന്ന് ദൂതന്മാർ പറഞ്ഞുവെങ്കിലും മറിയ തിരിച്ചു പോയില്ല. മറിയ കരഞ്ഞുകൊണ്ട് നിൽക്കും. മറിയയ്ക്ക് യേശുവിനെ കണ്ടേ പറ്റൂ. ദൂതന്മാരെയല്ല മറിയയ്ക്ക് കാണേണ്ടത്, മറിയയ്ക്ക് യേശുവിനെ കാണണം. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ ആഗ്രഹം യേശു നിവർത്തിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറിയയ്ക്ക് യേശുവിനെ കണ്ടേ പറ്റും. മറിയെ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. തോട്ടക്കാരൻ ചോദിക്കുമ്പോൾ മറിയ കൊടുക്കുന്ന മറുപടി, നീ അവനെ എവിടെ വെച്ചെന്ന് ഞാൻ കൊണ്ടുപോയിക്കോളാം, ശരീരം ഞാൻ കൊണ്ടുപോയിക്കോളാം. ഒരു സ്ത്രീ പറയുവാണ്, റോമൻ പടയാളികളാൽ കാവൽ ചെയ്യപ്പെടുന്ന, റോമൻ എംപയറാൽ മുദ്രയിടപ്പെട്ട, പീലാത്തോസ് മുദ്രയിട്ട ശരീരം കൊണ്ടുപോകാമെന്ന്. അങ്ങനെ ശരീരം കൊണ്ടുപോകാൻ മറിയയ്ക്ക് അവസരം കിട്ടിയിരുന്നെങ്കിൽ അടുത്ത ദിവസം മറിയയുടെ അവസ്ഥ എന്താകുമായിരുന്നു? മറിയയും ക്രൂശിക്കുമായിരുന്നു എന്ന് വേണം പറയാം. കാരണം റോമൻ എംപയറാൽ മുദ്രയിടപ്പെട്ട ഒരു സാധനത്തെ മോഷ്ടിച്ചു എന്ന കുറ്റത്താൽ മറിയയും ക്രൂശിക്കാം. പക്ഷെ മറിയയ്ക്ക് അതൊന്നും വിഷയമല്ല. മറിയയ്ക്ക് യേശുവിനുള്ള സ്നേഹമാണ്, യേശുവിനോടുള്ള ബന്ധമാണ് മറിയയ്ക്ക് വിഷയം. മറിയ അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുക. യേശു പുറകിൽ നിന്ന് സ്നേഹത്തോടൊരു വിളിയുണ്ട്, മറിയേ. ആ വിളി കേൾക്കുമ്പോൾ തന്നെ അവൾ തിരിച്ചറിയും തൻ്റെ ഗുരു പുറകിൽ നിൽക്കുന്നുണ്ട്. ഗുരു മരിച്ചെന്നത് മറിയയ്ക്ക് വിഷയമല്ല, ഗുരു പുറകിൽ നിൽക്കുന്നുണ്ട്. അവൾ റബൂനി എന്ന് പറഞ്ഞ് തിരിഞ്ഞുണ്ട്. റബൂനി എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ യേശു പറഞ്ഞ മറുപടി ഇതാ, എന്നെ തുടരുത്. അതിനർത്ഥം മറിയ ഓടി കെട്ടിപ്പിടിക്കാനോ അല്ലെങ്കിൽ കാലിൽ വീഴാനോ വന്ന് കാണണം. ഉടനെ യേശു പറയുവാണ്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല. നീ പോയിട്ട് എന്ത് ചെയ്യണം? ഞാൻ ഉയർത്തെഴുന്നേറ്റ കാര്യം ശിഷ്യന്മാരോട് പറയണം. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. യേശു പറയുക, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല. അതായത് കർത്താവിൻ്റെ മഹാപുരോഹിത ശുശ്രൂഷ അവിടെ വെളിപ്പെടുന്നത്. യേശുക്രിസ്തു കാൽവറിയിൽ യാഗമായിട്ട് മാറി ആ യാഗരക്തവുമായി അതിവിശുദ്ധ സ്ഥലത്തോട്ട് കയറി ചെല്ലണം. ഒരു പുരോഹിതൻ, മഹാപുരോഹിതൻ മഹാപാപ പരിഹാര ദിവസം യാഗം കഴിക്കുന്ന സമയം ചെയ്യുന്ന കാര്യം എന്താണെന്നറിയാമോ? മൃഗത്തെ യാഗപീഠത്തിന്മേൽ വെച്ച് അറുക്കും. ആ യാഗരക്തവുമായിട്ട് പ്രാകാരം കടന്ന് വിശുദ്ധ സ്ഥലം കടന്ന് അതിവിശുദ്ധ സ്ഥലത്ത് ചെല്ലും. അവിടെ രക്തം തളിക്കും. അവിടെ നിന്ന് താൻ തിരിച്ചു വന്ന് ജനങ്ങളുടെ മേൽ രക്തം തളിക്കും. അപ്പോൾ ഇവിടെ യേശുക്രിസ്തു കാൽവരിക്കുരിശിൽ യാഗമായി ആ യാഗരക്തവുമായി താൻ എവിടെ ചെല്ലണം? സ്വർഗത്തിൽ ചെല്ലണം, പിതാവിൻ്റെ അടുക്കൽ ചെല്ലണം. താൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, വിശുദ്ധന്മാരെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. പക്ഷെ അതിനിടയ്ക്ക് ഒന്ന് നിൽക്കേണ്ടി വന്നു. മറിയയുടെ കരച്ചിലിന് മുമ്പിൽ, മറിയയുടെ ദൃഢനിശ്ചയത്തിന് മുമ്പിൽ യേശുവിനെ കണ്ടേ പോകത്തുള്ളൂ, യേശുവിൻ്റെ ശരീരം കണ്ടേ പോകത്തുള്ളൂ എന്ന ദൃഢനിശ്ചയത്തിന്മേൽ ഒന്ന് നിൽക്കേണ്ടി വന്നു. പലപ്പോഴും ഇടയ്ക്കൊരു സന്ദേശം കൂടി പറഞ്ഞോട്ടെ, പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ല എന്ന് ചിന്തിക്കുമായിരിക്കും. പക്ഷേ നിൻ്റെ കരച്ചിലിനെ മറികടന്ന് പോകുന്ന കർത്താവിന് കഴിയത്തില്ല. മറിയയുടെ കരച്ചിലിനെ മറികടക്കാൻ കർത്താവിന് കഴിഞ്ഞില്ലെങ്കിൽ ഈ വചനം കേൾക്കുന്ന നിൻ്റെയും എൻ്റെയും കരച്ചിലിനെ മറികടന്ന് കർത്താവ് പോകത്തില്ല. ഇന്നല്ലെങ്കിൽ നാളെ നിൻ്റെ വിഷയത്തിന് മറുപടി കിട്ടിയിരിക്കും. ഞാൻ എൻ്റെ വിഷയത്തോട്ട് കടന്നു വരികയാണ്. അപ്പോൾ ഇവിടെ കർത്താവ് നിന്നല്ലോ, അല്പസമയം സംസാരിച്ചു. താൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിലോട്ട് കയറുകയാണ്. കയറുന്ന ഈ സമയമാണ് അല്പസമയം മക്കളക്കാരത്തിൽ മറിയോട് സംസാരിക്കുന്നത്. ഈ സമയത്ത് എൻ്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലായ കാര്യമാണ്, ഈ സമയത്തായിരിക്കണം മരിച്ച വിശുദ്ധന്മാർ വിശുദ്ധ നഗരത്തിൽ യെരൂശലേമിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായത്. കാരണം ഇവിടെ കർത്താവ് ഒന്ന് സ്റ്റോപ്പായി, അല്പസമയത്തേക്കൊന്ന് നിന്നു. താൻ മരിച്ച വിശുദ്ധന്മാരെ പിടിച്ചുകൊണ്ട് പാതാളത്തിൻ്റെ ഭാഗമായ പരദേശിൽ നിന്ന് നേരെ സ്വർഗത്തോട്ട് പോവുകയാണ്. പക്ഷേ ഭൂമിയിലെത്തിയപ്പോൾ താൻ നിന്നു. അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യമാണ്, അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിൽ അവൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം കല്ലറകളെ വിട്ടു എന്ന് എഴുതിയിരിക്കുന്നത്. യേശുക്രിസ്തു മരിച്ചപ്പോൾ കല്ലറകളെ ഇവർ വിട്ടെന്നല്ല എഴുതിയിരിക്കുന്നത്. കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം കല്ലറകളെ വിട്ടു. അപ്പോൾ യേശുക്രിസ്തു ഉയർത്തേണ്ടതിന് ശേഷമാണ് ഇവരുടെ ശരീരം കല്ലറകളെ വിട്ടത്. അങ്ങനെയാണെങ്കിൽ ഈ ഉയർത്തെഴുന്നേൽപ്പെന്ന് പറയുന്നത് ശരിക്കും രൂപാന്തരം പ്രാപിച്ചുള്ള ഉയർത്തെഴുന്നേൽപ്പല്ല. പാതാള ഭാഗമായ പർദീസിൽ നിന്ന് മൂന്നാം സ്വർഗമായ പർദീസിലേക്കുള്ള യാത്രയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. എന്നാൽ തെസ്സലോനിക്കർ എഴുതിയ ലേഖനത്തിലും
കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിലൊക്കെ പറയുന്നത് കർത്താവ് ഒരു മടങ്ങിവരവ് വരും, ഒരു രഹസ്യ വരവുണ്ട്. ആ മടങ്ങിവരവിൽ നിദ്ര പ്രാപിച്ച സകല വിശുദ്ധന്മാരും, ക്രിസ്തുവിൽ മരിച്ച സകല വിശുദ്ധന്മാരും രൂപാന്തര ശരീരത്തോടെ ഉയർത്തെഴുന്നേൽക്കും. അതിന് സംഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നേരത്തെ കണ്ട ഉയർത്തെഴുന്നേൽപ്പ് എന്താ? നേരത്തെ കണ്ട ഇവർ കല്ലറകളെ വിട്ടതെന്താണ്? അത് മൂന്നാം സ്വർഗമായ പർദീസിലേക്കുള്ള യാത്രയായിരുന്നു. സാത്താനെ തകർത്ത് അവനെ തോൽപ്പിച്ച് അവൻ്റെ അധികാരത്തെ അവനെ നീക്കിക്കളഞ്ഞ് അവൻ ബദ്ധരായി തടവിൽ വച്ചിരുന്ന വിശുദ്ധന്മാരെ പിടിച്ചുകൊണ്ടുള്ള പോക്കായിരുന്നു. അത് ഇനി സംഭവിക്കാൻ പോകുന്ന ഉയർപ്പുമായിട്ട് നമുക്ക് സാദൃശ്യപ്പെടുത്തി പറയാൻ സാധിക്കത്തില്ല. കാരണം ഇനി സംഭവിക്കാൻ പോകുന്ന ഉയർപ്പെന്ന് പറയുന്നത് മരിച്ച വിശുദ്ധന്മാർ, ക്രിസ്തുവിൽ മരിച്ച എല്ലാവരും രൂപാന്തര ശരീരത്തോടു കൂടി, സ്വർഗീയ ശരീരത്തോടു കൂടി സ്വർഗത്തിൽ വസിക്കുന്ന യേശുക്രിസ്തുവിനോടൊപ്പം വസിക്കുന്നവരായി തീരുന്ന ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്. മറ്റേത് മൂന്നാം സ്വർഗത്തിലേക്കാണെങ്കിൽ നമ്മൾ പോകുന്നത് സ്വർഗാത സ്വർഗത്തിലേക്കായിരിക്കും. ഇവ തമ്മിൽ വ്യത്യാസമുണ്ട്. സ്വർഗത്തിലേക്കായിരിക്കും. മൂന്നാം സ്വർഗവും സ്വർഗാത സ്വർഗവും വേറെ വേറെയാണ്, മനസ്സിലാക്കണം. പാതാളത്തിന് വിവിധ തട്ടുകളുള്ളതുപോലെ സ്വർഗത്തിനും വിവിധ തട്ടുകളുണ്ട്. പൗലോസ് പറയുന്നു, ക്രിസ്തുവിൽ ഞാനൊരു മനുഷ്യനെ അറിയുന്നു, അവൻ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. പൗലോസിനെ കുറിച്ച് പറയുകയാണ്, അവിടെ ഞാൻ അറിയാത്ത ഭാഷ കേട്ടു. അപ്പോൾ മൂന്നാം സ്വർഗത്തിൽ എന്തുണ്ട്? സംസാരമുണ്ട്, അവിടെ ഭാഷയുണ്ട്, അവിടെ ഒരുപക്ഷെ ആരാധനയുണ്ട്. നമ്മൾ പോകുന്നത് മരിച്ച യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവെങ്കിൽ നമ്മൾ പോകുന്നത് എങ്ങോട്ടേക്കാണ് അറിയുമ്പോൾ ക്രിസ്തുവിൻ്റെ കല്യാണശാലയിലേക്ക്, ക്രിസ്തുവിൻ്റെ സ്വർഗത്തിലേക്ക്. അവൻ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്കായിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. ഇതാണ് എൻ്റെ വ്യത്യാസമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിനും ഈ ഒരു വിഷയത്തിനും വ്യക്തമായി കേൾവിക്കാർക്ക് ഉത്തരം കിട്ടിയെന്ന് പ്രതീക്ഷിക്കുകയാണ്. വീണ്ടും നിങ്ങളുടേതായ സംശയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. എന്നെ ഓർത്തും പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്ക് കമൻറ്റ് സെക്ഷനിൽ ഇടാവുന്നതാണ്, അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയക്കാവുന്നതാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.